السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബ്ദുല്ലാഹി ബിൻ അബി റബിഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, ഇസ്തഖറള മിന്നി അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ 40,000. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്ന് 40,000 രൂപ കടമായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി. അങ്ങനെ ഫജാഅഹു മാലുൻ ഫദഫഅഹു ഇലൈഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ആ സമ്പത്ത്, ആ പണം ലഭിച്ചപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എനിക്ക് തന്നെ തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. വഖാല, എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാറകല്ലാഹു ലക ഫീ അഹ്ലിക വമാലിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിലും അതുപോലെ തന്നെ നിന്റെ സമ്പത്തിലും അതുപോലെ നിന്റെ കുടുംബത്തിലുമെല്ലാം അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ജസാഉസ് സലഫി അൽ ഹംദു വൽ അദാഉ. തീർച്ചയായും ഒരു കടത്തിൻ്റെ ജസാ എന്ന് പറഞ്ഞാൽ, കടത്തിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഹംദു വൽ അദാഉ, അത് അള്ളാഹുവിനെ സ്തുതിക്കലാകുന്നു, അതുപോലെ തന്നെ വൽ അദാഉ, അത് നിർവഹിക്കലുമാകുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കൊടുത്തു വീട്ടുക, അത് പൂർത്തിയാക്കുക എന്നുള്ളതും കൂടിയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയുണ്ടായി. നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളും എന്ത് ചെയ്യലാണ്, കടം വാങ്ങുന്ന ആളുകളാണ്. പലപ്പോഴും പല ആളുകളും വിട്ടുപോകുന്ന ഒരു സുന്നത്താണ് കടം തിരിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ അവരുടെ സമ്പത്തിനും അവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്, ബാറകല്ലാഹു ലക ഫി അഹ്ലിക വമാലിക. അള്ളാഹു നിന്റെ സമ്പത്തിലും അള്ളാഹു നിന്റെ കുടുംബത്തിലും നിന്നിലുമൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രാർത്ഥിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളും കടം തിരിച്ചു കൊടുക്കുന്ന വേളയിൽ എന്ത് ചെയ്യുക, നമുക്ക് ആരാണോ കടം തന്നത് ആ വ്യക്തിയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനും അദ്ദേഹത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പല ആളുകളും ചെയ്തൊരു കാര്യമാണ്, സമ്പത്ത് വന്നെത്തിക്കഴിഞ്ഞാലും അവരത് തിരിച്ചു കൊടുക്കാത്തൊരവസ്ഥ. എപ്പോഴാണോ നമ്മുടെ കൈകളിൽ ആ സമ്പത്ത് വന്നെത്തിയത് ഉടനെ തന്നെ അതെന്ത് ചെയ്യാം, ആരിൽ നിന്നാണ് നമ്മൾ കടം വാങ്ങിയത് അവർക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുക. ഹദീസിൽ അങ്ങനെ തന്നെ കാണാം. ഫജാഅഹു മാലുൻ ഫദഫഅഹു ഇലൈഹി. ആ സ്വഹാബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ പിന്നീട് ആ സമ്പത്ത് വന്നെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമ്പത്ത് എനിക്ക് തിരിച്ചേൽപ്പിച്ചു എന്നും നമുക്കതിൽ കാണുവാൻ സാധിക്കും. ഉത്തമമായ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നല്ല രൂപത്തിൽ കടം വാങ്ങുകയും അതുപോലെ തന്നെ അത് തിരിച്ചേൽപ്പിക്കാനുള്ളൊരു മനസ്സും നമ്മൾ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.